അപ്പൊ ചങ്ങളെ നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും ഹർദമായ ഇന്നത്തെ പരിപാടി എന്തുവാ? മീൻപിടുത്തം. എങ്ങനെ ഇറങ്ങി തോർത്തുണ്ട് മീനെ പിടിക്കുക. ഏറ്റവും കൂടുതൽ മീനെ പിടിക്കുന്നവർക്ക് സച്ചുണ്ടാക ഒരു ബിരിയാണി. ഈ പുതിയ തോർത്തുണ്ട് വീഡിയോ 5 സെക്കൻഡ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മുടെ മീൻപിടുത്തത്തിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പറയാം. എങ്ങനെ പറയുന്നത് ഷാർ എന്ന് പറഞ്ഞോളൂ. 2 ടീമായിട്ടാണ് ടീമായിട്ടാണ് മീൻ പിടിക്കുന്നത്. ഒരാൾ മീനെ ഓട്ടിച്ചോണ്ട് വരും, അവരിവിടുന്ന് കുപ്പിയിലിടും. ഡിവൈഡ് ചെയ്യാം. 2 ടീമായിട്ടാ. ടീം ബ്ലൂ ക്യാപ്റ്റൻ അപ്പം നമ്മുടെ ഇത്രയൊക്കെയുള്ള പരിപാടി. അപ്പൊ ഏറ്റവും കൂടുതൽ മീനെ ആര് പിടിക്കുന്നു അവർ ജയിക്കുക. അവർക്കൊരു ബിരിയാണി, ഫസ്റ്റ് പ്രൈസ് ഒരു ബിരിയാണിയാണ്. അപ്പൊ നമ്മുടെ ഇത് നമുക്ക് ഈ തോട്ടിൽ നിന്നാണ് നമ്മൾ മീനെ സെറ്റ് ചെയ്തേക്കുന്നത്. നമ്മൾ സെറ്റ് ചെയ്തല്ല, നേരത്തെ ഉണ്ട്. അപ്പൊ നമുക്ക് ഇത് പിടിക്കണം. ഓക്കെ, നമ്മൾ ടീം സെറ്റ് ചെയ്യുമ്പോൾ 2 ടീമാണ്. പ്രൊഫഷണൽ ടീം സെറ്റ് ചെയ്യാൻ പോകും. 1 2 3 4 5 6 7 8 പ്രൊഫഷണൽ സെറ്റ് ചെയ്യാൻ പോകും. അപ്പം പ്രൊഫഷണൽ ആയിട്ട് ബ്ലൂ ആൻഡ് യെല്ലോ. ബിരിയാണി എണ്ണം കൂടി. വാട്ടർ സിറ്റി അക്കം തക്കം പൊക്കം നീ ഒരു വാട്ടർ സിറ്റി അക്കം തക്കം പൊക്കം നീ ഒരു അപ്പൊ നിങ്ങളിനി വിളിച്ചോ. അതാണ് ഞങ്ങളെ നമ്മുടെ ടീം. ഇതാണ് നല്ല മുട്ട കലിപ്പ് ടീമാണ്. അപ്പൊ നമുക്ക് ടൈം സെറ്റ് ചെയ്യണം. നമുക്ക് ഇപ്പൊ സമയത്തിനായി 12:52. നമുക്ക് കറക്റ്റ് 1:30 ആകുമ്പം, ഷാർപ്പ് 1:30 ആകുമ്പം നമ്മുടെ ഗെയിം ഇവിടെ ക്ലോസ് ചെയ്യും. ഓക്കെ, അപ്പോൾ എത്ര മീനെ പിടിച്ചോ അവരാണ് വിൻ ചെയ്യുന്നത്. അവർക്കാണ് ഒരു കിടുക്കാച്ചി ബിരിയാണി. ഓക്കെ, കുപ്പി കളിക്കാറാടാ. വേറെ കുപ്പി അടപ്പുണ്ടോ അവിടെ? കുപ്പിന്റെ ഡോസ് വേണം. കുപ്പിന്റെ ഡോസ് വേണം. കലക്ക് കേട്ടോ. മറ്റേ ഉപ്പ് എടുത്താൽ പിടിക്കുന്നുണ്ട്. നമ്മളെ ഞങ്ങളൊന്നും ചെയ്യാൻ വന്നില്ല. വൈരാഗി തീർക്കുന്നു. വൈരാഗി വെള്ളം കലക്കി വിടുന്നു.
നല്ല തോർത്ത് അതിന്റെ ഇടയ്ക്കൂടെ മീനൊക്കെ ഇറങ്ങി പോത്തില്ല വീട്ടിൽ കൂടെ. നമുക്ക് പഴയ എടുത്തു പോകാം. നീ എന്തെടുക്ക നിൽക്കൂടെ? ഭയങ്കര തന്ത്രം ഇവിടെ നടക്കുന്നത്. കാണണം നീ മീന്. ഒരാളുടെ അല്ല, സീരിയസ്ലി പറയാം, കിട്ടില്ല മീന്. 6 മീനെ കിട്ടി. എത്ര വയസ്സുണ്ടോ? അമ്മയെ കൂടി ചത്തും ചെയ്യാനും. നീ എന്താ മീൻ ഷവർ ഉണ്ടാക്കി കൊടുക്കുന്നു? അവിടെ ചാച്ചുവിന്റെ തന്ത്രപരമായിട്ടുള്ള നീക്കമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മീനെ നീ അതിലൂടെ വന്നോണ്ടാ. ഇവിടെ കൂത്താടി പിടിച്ച സമ്മാനം ഉണ്ടോ? ഇവിടെ കൂത്താടി ഉണ്ട്. അപ്പുറത്താ മീൻ കേട്ടോ. കുരിഞ്ഞ് നടുവേന എടുക്കുന്നു. തേനില്ലയോ ചാച്ചോ അഭിപ്രായം? അല്ലല്ല, പാലത്തിന്റെ അടിയിലല്ലടാ ഇവിടെ മീൻ. അവിടെ വീട്ടിൽ ഞങ്ങക്ക് ജയിച്ചാ മതി. സൈലന്റ് വേണം. അമ്മമാർക്ക് മീൻ പിടിക്കണ്ട. ഞങ്ങളുടെ ലക്ഷ്യം വിജയമാണ്. ഞങ്ങളുടെ ലക്ഷ്യം വിജയോ. ഞങ്ങളുടെ ലക്ഷ്യം വിജയോ. സംസാരിച്ച മീൻ പോവും. അതിന് കണ്ടുപിടിച്ച് വരാനേ. പ്രസക്തിയില്ല, കുപ്പി ഞങ്ങളുടെ. എണ്ണാൻ പറ്റത്തത്ര മീനിലേക്കാണ് ഞങ്ങൾ പോയിരിക്കുന്നത്. എണ്ണാൻ പറ്റുന്നത് എങ്ങനെ എന്നോട് നല്ല കിടുക്കാച്ചോറത്തെ കിട്ടി ഇവിടെ. ഒന്ന് കാണിക്കണേ. അവർക്ക് എത്ര കാണും. അവയില് നമ്മളെ പറ്റിച്ചോണ്ടിരുന്നവനാ. രണ്ടെണ്ണം കിട്ടിയോ? കലകിന്റെ അടി. ഇവിടെ മീൻ ഇവിടെ തന്നെ ഉണ്ടോ? അത്യാവശ്യം മീൻ ഇവിടെ ഉണ്ട്. പിന്നെ ഇവൻ അറിയാം, ഇവിടുത്തെ സ്ഥിരം ആളാട്ടാ. ഇല്ലേ ഇവിടെ എവിടൊക്കെയാ മീൻ കൂടുതലുള്ളത്? അവൻ അറിയാം കാര്യങ്ങൾ. ആരെയും അങ്ങോട്ടൊന്നും കിട്ടേ. അമ്മമാര് വരെ മോയം പിടിച്ച് കാണും കേട്ടോ. വേണ്ട അതിൽ പിടി. വലുത് വേണം. ഇത് തോർത്ത് കോളത്തും മീൻ കേറി മീനാണ്. കൊണ്ട് കരയെ കൊണ്ടുപോകണം. അല്ല കരയെ തറയെ പോകണം. അയ്യോ കിളി സഹായിക്കടാ. മൂന്നെണ്ണം അല്ല ഉറപ്പില്ല. കണ്ട ചേർത്തില്ല. ഉണ്ടോ നോക്കണം. ഉണ്ട് അത്രേ ഉള്ളൂ. അങ്ങനെ നിന്നാ മതി. ശ്രീമാർ സമ്മതിക്കത്തില്ല. നമ്മൾ വലിയ സാധനം പറയണം. അതെ തോർത്ത് കൊണ്ടുപോയാൽ ഇത് കാണിക്കണ്ട. അങ്ങോട്ട് പോകണം. മോന്റെ ഒരു അഭിപ്രായം അനുസരിച്ച് ഏത് ടീമായിരിക്കും ജയിക്കുന്നത്? ഈ ടീമല്ലേ? കരിബ അവിടെ പോകാൻ തോൽവിത്തരെല്ലാം കണ്ടിട്ടുണ്ട്. ഒത്തിരി മീനായി മാർക്ക്. 10 കൂടുതലായി. അതിപ്പോ നിങ്ങളല്ലേ എടുത്തേ?
ഭാഗ്യമുണ്ട് ഇനി പോകുമ്പോൾ സമയം പരീക്ഷിക്കണ്ട. സമയം ഒന്നിനെ വെച്ച് നോക്കണ്ട. കുറെ കയറട്ടെ. അനങ്ങാതെ രാവണ കാലം 1:30 1:29 ആവുന്നേ. ലാസ്റ്റ് ആവുന്നേ. തോർത്ത് കയറി 2 മിനിറ്റ് എന്നാ പിന്നെ ഇപ്പൊ തരാം. ഞങ്ങൾ ഇവിടെ പോയി കെഞ്ചിട്ടോ. അത് നമ്മളെന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾ പോരായ്മ അത്. അവിടെ ആയടാ തുമ്പത്തണ്ടൊക്കെ പിടിക്കില്ല. വരുവാ ആരാ ഒന്നാമത് ഈ തോർത്ത് മീൻ പിടിക്കാൻ നോക്ക്. അങ്ങനെ ഒരിക്കലും ഇല്ല. തരുമ്പോ നല്ല തോർത്തായിരുന്നു. 1-2 കൂട്ടേ ഉള്ളായിരുന്നു ആ തോർത്തിന്. ഈ തോക്കാറാകുമ്പോ നിങ്ങൾ ഇങ്ങനെയുള്ള ഈ സംസാരങ്ങൾ നിർത്തണം കേട്ടോ. ഒത്തി വെച്ചേക്കുവാണ്. അത് ആരെയും കാണിക്കാതെ അവിടുത്തെ കയ്യിലേക്ക് ഒപ്പിച്ചെന്നാ മതി. കയ്യിലൊക്കെ പിടിച്ചടേ തോർത്ത് അടിച്ചിട്ട് ഇതേങ്ങള് കൈക്ക് വെച്ചാൽ കിട്ടിയല്ലോ. അഞ്ചുള്ള കൈ കാണില്ല. മരിച്ചോ ബോഡി എടുത്ത് കുഴിച്ചിട്ടേ ആ ചത്ത ഓരോന്ന് എടുത്ത് കളയാൻ അങ്ങോട്ട്. എന്നാലും ഞങ്ങൾ ജയിച്ചു. ഇല്ല, അത് ബ്രീത്തിങ്ങിന്റെ പ്രശ്നമാണത്. രണ്ടെണ്ണേ ഉള്ളൂ. എണ്ണ അല്ല മീൻ പറ്റിച്ചേട്ടാ. മീൻ വെള്ളത്തിൽ പറഞ്ഞ ഇതിപ്പോ എണ്ണ എടുക്കേണ്ട കാര്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഞങ്ങൾക്ക് 8 മീൻ. നിങ്ങൾക്ക് 2 മീനോ? എത്ര? അതെന്തോ 8 മീൻ ഉണ്ടാകും. 5 മീൻ 4 മീൻ 8. ഞാൻ പറയുന്നത് ഇതവിടെ പോയി. ഇത് എണ്ണ പാടാ. ഇത് എണ്ണ ഇപ്പൊ 1 മീൻ ഞങ്ങളെ കളിയാക്കിട്ടു. ഒരുത്തണ്ടല്ലോ ഒരുത്തിൽ ഇറങ്ങിയപ്പോഴാണ് ചാറ്റ ഞങ്ങൾക്ക് വ്യക്തമായ പ്ലാൻ ഉണ്ടായിരുന്നു. ഒരു വെള്ളത്തിലശ പോലും കയറിയില്ല അറിയാമോ. പിന്നെ ഞങ്ങളാണ് ഞങ്ങൾ പ്ലാസ്റ്റിക് കവർ കൊണ്ട് തോർത്തുന്നാ കൊണ്ടുപോകും. അഴിമതി കാണിക്കാൻ ശരിയല്ല. ഇരട്ടി ഫെബ്രുവരി ഞങ്ങളെ കനാലെടുത്തു ഞാൻ കാണിച്ചു തരാം. തോപ്പിക്കാൻ പറ്റൂ. വെല്ലുവിളി ഫെബ്രുവരിയിൽ ഞാൻ തോർത്ത് കൊടുക്കും. ബ്ലൂ കളർ എല്ലായിടത്തും അല്ലേ തോൽവി. ഗിലയുടെ ജീവിതം കയറി ശ്യാം കൂടെ കയറി വല്ല ആവശ്യമുണ്ട് നീലയൊക്കെ കയറണ്ട്. അപ്പൊ ചങ്ങളെ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു നിങ്ങൾ വിശ്വസിക്കുന്നു. അപ്പൊ ഇന്നത്തെ നമ്മുടെ വിറ്റ്നസ് എന്ന് പറയുന്നത് ശബരി നയിച്ച അമല് നയിച്ച അത് നയിച്ച ടീം. ഇന്നത്തെ നമ്മുടെ തോറ്റ ടീമിലെ 2 ക്യാപ്റ്റന്മാർ മറ്റേ കിളിക്ക് പിന്നെ പെട്ടെന്ന് സങ്കടം വന്ന് വീട്ടിൽ പോയി. ഒന്ന് അവിടെ അല്ലേ ഒന്ന് പൊട്ടിക്കരയുള്ള ഒരു വിഷമം വന്നിട്ട് നമ്മുടെ വിഷ്ണു അങ്ങ് വീട്ടിൽ പോയി. അപ്പൊ നാടാ കിട്ടില്ല മനസ്സിലായി. സംഭവം നല്ല കോമ്പറ്റീഷൻ ആണ്. ഇവന്മാർ അത്യാവശ്യം നല്ല രീതിക്ക് സമിതിക്ക് പോരായ്മ. അതെന്തുവാ തോർത്ത് അല്ല ഞാൻ വായിച്ചു തരാം. തോർത്ത് വേണമെങ്കിൽ നിങ്ങൾ ഒപ്പിച്ചോണ്ടോ. ഒരുപാട് ഇവര് സ്ട്രഗിൾ ചെയ്തു. കാര്യം എന്ന് വെച്ചാൽ എല്ലാ ചലഞ്ചിലും ഇവരുടെ ടീം ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്ത് തോറ്റു വന്ന ടീമാണ്. അതെ 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 പറഞ്ഞു. അപ്പം ഇന്നത്തെ ടീമിന്റെ ഫസ്റ്റ് പ്രൈസ് ആയിട്ടുള്ള ബിരിയാണി നമ്മൾ തന്നെ അടുത്തൊരു ഹോട്ടലിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ അവിടെ പോയിട്ട് കഴിക്കും. ഓക്കെ. അപ്പം നിങ്ങളെ ഓക്കെ. അപ്പം ഇതിലും കിളിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ബൈ.